തല്ലിപ്പൊടിച്ച് കളയത്തുള്ളൂ കേട്ടാ. എന്താ അമ്മ ഞാൻ റീല് കാണുമല്ലേ? നിന്നെ കൊണ്ട് എന്തോ പ്രയോജനം ഈ വീട്ടിലുള്ളത്? അച്ഛൻ നെയ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്നു, നിനക്ക് അങ്ങോട്ട് പോയി സഹായിച്ചുകൂടെ? അത് അമ്മ എനിക്ക് ഈ മേല് ചൊറിഞ്ഞു, പിന്നെ ഈ പണിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ചൊറിഞ്ഞ് കുരു വരും, അതാ. നിന്റെ ഒരു കുരു 3 നേരം വെട്ടി വിഴുങ്ങാനുള്ളത് കൊണ്ടാടാ നിന്റെ ഈ കുരു. അതെ, നീ പെണ്ണ് കെട്ടിയാലേ ശരിയാവത്തുള്ളൂ. നീ അത്യാവശ്യമായിട്ട് നാളെ റെഡി ആയിക്കൊള്ളണം, രാജപ്പൻ ബ്രോക്കർ എടുക്ക വരെ പോവാൻ. എനിക്കൊന്നും വയ്യ പെണ്ണ് കേട്ടാൻ. ഇപ്പൊ നിങ്ങളുടെ വായിലിരിക്കുന്ന കേട്ടാ മതി, ഇനി അവളുടെ കൂടെ കേൾക്കണം. 10-30 വയസ്സായി, നിനക്കൊരു ഉത്തരവാദിത്വ ബോധം വരണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് മര്യാദക്ക് എന്റെ കൂടെ നാളെ വന്നേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം പോലും തരത്തില്ല എനിക്ക്, കേട്ടല്ലോ? മോന്റെ വിവരം എല്ലാം ഇതിലുണ്ട്. ഓ, പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും ഇല്ല അല്ലേ? നല്ല കഠിനാധ്വാനിയാവൻ. ആ കൈവെള്ളം ഇങ്ങോട്ടൊന്ന് മനസ്സി വെച്ചേ. രായപ്പൻ ചേട്ടന് കൈ നോക്കാനും അറിയാവോ? പിന്നെ നല്ല അധ്വാനിയ. 1.5 ഏക്കർ സ്ഥലമുണ്ട് ചേട്ടാ. അവിടെ ചേനയും ചേമ്പും കാച്ചിലും മൊത്തം അവനുള്ളതാ. അതെന്തായാലും ഇനി ആരോടും പറയണ്ട. അതെന്താ? പന്നി കുത്തിച്ചാവാനായിട്ട് ആരെങ്കിലും പെമ്പുള്ളാരെ അയക്കുവോ? ആട്ടെ, നിനക്ക് യൂട്യൂബ് ഉണ്ടോ? യൂട്യൂബ് കേട്ടിട്ടില്ലേ? അല്ല, യൂട്യൂബ് കാണാറൊക്കെ ഉണ്ട്, പിന്നെ ചാനലൊന്നും ഇല്ല. കഷ്ടം. ഇൻസ്റ്റഗ്രാം ഉണ്ടോ? പിന്നെ അതില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 1.5 മില്യൺ? 1.5 കെ? അല്ല, പിന്നെ 150 പേര്. 150 പേര്. ഫേസ്ബുക്ക് ഉണ്ടോ? ഫേസ്ബുക്ക് ഒക്കെ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഉള്ളതല്ലേ? അത് ശരി. ഫേസ്ബുക്കും ഇല്ല, യൂട്യൂബും ഇല്ല, ഇൻസ്റ്റയിൽ 150 ഫോളോവേഴ്സ്. യവനൊക്കെ ആര് പെണ്ണു കൊടുക്കാനും? അതൊക്കെ എന്തിനാ? എന്തിനാന്നോ? ഓരോ പിള്ളേര് ലക്ഷങ്ങളാ ഉണ്ടാക്കുന്ന, ലക്ഷങ്ങൾ. അതും ഈ ഒരു വിലയില്ലാത്ത രൂപയല്ല, ഡോളർ. അറിയാവോ? ഇതൊന്നും ഇല്ലാതെ വന്നേക്കുവാ. പോയി റീലൊക്കെ ചെയ്ത് ഫോളോവേഴ്സിനെ ഒക്കെ ഉണ്ടാക്കിയിട്ട് വാ, എന്നിട്ട് നമുക്ക് പെണ്ണാലോചിക്കാം, കേട്ടോ? നീ കുന്തം കളിച്ചോണ്ടിരുന്നോ? നിന്റെ ഫോൺ എന്തിയേ? ആ കസേരയിലും കണ്ട് കിടപ്പുണ്ട്. ഇതെടുത്ത് അവിടെ എവിടെയും കൊണ്ടിടാതെ റീലെടുത്ത് പോസ്റ്റ് ഇടാ. ആ